welcome back to my channel. So guys, ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് എൻ്റെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരാം. ചിലതിനൊക്കെ ടൈപ്പ് ചെയ്ത് എന്താ പറയുക ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ, എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അതാണ്. എനിക്ക് കമൻറ്റിൽ ടൈപ്പ് ചെയ്ത് മാത്രം കൺവേ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, എല്ലാം അല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വന്ന കുറച്ച് കമൻസിന് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസിന്, നിങ്ങൾക്ക് അഗ്രി റിലേറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരലാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് ഒട്ടും ലേറ്റാക്കുന്ന വീട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പേജും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത്തരത്തിലുള്ള ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സോ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വീട്ടിലേക്ക് പോകാം. സോ ഗൈസ്, മെജോറിറ്റി വന്ന ക്വസ്റ്റ്യൻ CUT-ന്റെ മാർക്ക് ബേസിലേക്ക് അഗ്രികൾച്ചർ അഡ്മിഷൻ കിട്ടുമോ, അതുപോലെ തന്നെ കീമിൻ്റെ മാർക്കും റാങ്കിലൊക്കെ ബേസിലേക്ക് അഗ്രികൾച്ചറിന് അഡ്മിഷൻ കിട്ടുമോ എന്നൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഗൈസ്, എനിക്ക് ആദ്യം പറയാനുള്ളത്, എനിക്ക് CUT-നെ പറ്റി അത്ര ഒതൻറ്റിക് ആയിട്ട് പറയാൻ അറിയില്ല. കാര്യം ഇത് 2 കൊല്ലം ആയിട്ടുള്ളൂ CUT ബേസിൽ നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പം അത്ര കറക്റ്റ് കിട്ടും കിട്ടില്ല എന്നുള്ള എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജൂനിയേഴ്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവരും പറയണത് ICAR-ന്റെ റാങ്ക് ലിസ്റ്റ് ഇടാതെ, അതായത് CUT-ൽ നിന്ന് ഇപ്പോൾ എത്ര കുട്ടികളാണ് അഗ്രികൾച്ചറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, ആ എക്സാം എത്ര പേര് എഴുതിയിട്ടുണ്ട്, അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. സോ അത് റാങ്ക് ലിസ്റ്റ് വരാതെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ജൂനിയേഴ്സ് ആണെങ്കിലും പറയുന്നത്. സോ എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ല. അത്ര ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് റിപ്ലൈ കൊടുത്ത് കൺഫ്യൂസ്ഡ് ആക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അതിനൊന്നും റിപ്ലൈ തരാത്തത്. സോ ഇപ്പോഴത്തെ വീഡിയോയിലും എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് കീമിനെ പറ്റി പറയാം. കീമിൽ റാങ്കും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സംസാരിക്കാം. ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്, ഇത്ര റാങ്കിൽ അഡ്മിഷൻ SC കാറ്റഗറിയാണ്, ഈ ജനറൽ കാറ്റഗറിയാണ് അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2024 അഗ്രികൾച്ചറിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് 3rd അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പം എത്ര റാങ്ക് വരെയാണ് ഓരോ കോളേജിലും അഡ്മിഷൻ ആയിട്ടുള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. സോ നിങ്ങൾക്ക് ഈ കാണുന്ന മാർക്ക് വെച്ച് നമുക്ക് ഏകദേശം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. മെറിറ്റ് സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം അറൗണ്ട് ഒരു 10K റേഞ്ച് വരെ ലാസ്റ്റ് അഡ്മിഷൻ പോയിട്ടുണ്ട്. അതുപോലെ നമുക്കിതാ ഓരോ കാറ്റഗറിയിലും എത്രയാണ് ലാസ്റ്റ് റാങ്ക് പോയെന്നുള്ളത് ഇതിനകത്ത് മനസ്സിലാവും. പിന്നെ ശ്രദ്ധിക്കുക, ഈ കാണുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 3rd അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോപ്പപ്പ് റൗണ്ടും അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്ട്രേ വാക്കൻസി എന്നൊക്കെ പറയുന്ന 2 റൗണ്ടും കൂടെ കഴിയാനുണ്ട്. സോ അതും കൂടെ കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് റാങ്ക് പോകുന്നത് കുറച്ചുകൂടെ താഴോട്ടാവും. പിന്നെ ഇതുപോലെ ഇത്ര തന്നെ കറക്റ്റ് കിട്ടണം അങ്ങനെയല്ല, ഓരോ കൊല്ലം കഴിയുമ്പോഴും മാറാം. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. എന്നിരുന്നാൽ കൂടി ഈ ഒരു റേഞ്ച് ആയിരിക്കാം കുറേയൊക്കെ ഫോളോ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ അഗ്രികൾച്ചർ ഓപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താ പറയുക നമ്പർ ഓഫ് സീറ്റ്, ഇതിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിന് വെച്ചിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിലാണോ ഉള്ളത് നോക്കുക. ചിലവരൊക്കെ ഈ ബോർഡറിൽ നിന്നിട്ടുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ 3 അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് 2 റൗണ്ട് കൂടെ വരും. അത് അത്യാവശ്യം വേരി ചെയ്തിട്ട് റാങ്ക് കാണാറുണ്ട്. അത് നമ്മുടെ എന്താ പറയുക ഒരു ഭാഗ്യമൊക്കെ പോലെയാണ് ലാസ്റ്റ് റൗണ്ടിൽ കിട്ടുക എന്നുള്ളത്. ഇപ്പം ഞാൻ കാണിച്ച ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാവർക്കും സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റുന്നതാണ്. കീമിൻ്റെ സൈറ്റിലേക്ക് പോവുക, കീം കാൻഡിഡേറ്റ് പോർട്ടൽ 2024 അങ്ങനെ പറഞ്ഞിട്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും മെഡിക്കലിൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിൻ്റെയും ഒക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. സോ ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ അഗ്രികൾച്ചറിന് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫോറസ്ട്രിയും ഫിഷറീസും ഒക്കെ ഹോമിയോ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഇതുപോലെ ലാസ്റ്റ് റാങ്ക് എത്ര പോയിട്ടുണ്ട്, 3rd അലോട്ട്മെൻറ്റ് വരെ ഉള്ളത് എത്ര പോയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ചേച്ചി കോഴ്സ് ഫീ, മെസ് ഫീ, യൂണിഫോം കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമെന്ന് ചോദിച്ചിട്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ യൂണിഫോം ഇല്ല കേട്ടോ. നമുക്കങ്ങനെ ഒരു കോളേജിലും യൂണിഫോമോ പരിപാടികളൊന്നുമില്ല. ഫുൾ കളർ ഡ്രസ്സാണ്, എന്ത് വേണമെങ്കിലും ഇടാം. അങ്ങനെ ഒരുപാട് ഡ്രസ്സിനൊന്നും റെസ്ട്രിക്ഷൻസ് പൊതുവെ KU-ലില്ല കേട്ടോ. എന്ത് വേണമെങ്കിലും വെയർ ചെയ്യാം. പിന്നെ യൂണിഫോം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഓരോ നടലും പരിപാടികളൊക്കെ, ഫീൽഡ് വിസിറ്റ് അല്ല, നമുക്ക് ഓരോ കാര്യങ്ങൾ നടാനും ഇങ്ങനെ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി ഫീൽഡ് യൂണിഫോം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് അത് ഫുൾ പച്ചയായിരുന്നു. ഞങ്ങളുടെ ജൂനിയേഴ്സൊക്കെ വേറൊരു കാവി കളറിലൊക്കെ കണ്ടിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഓരോ സമയത്ത് വാരി ആവുന്നുണ്ട്. ഞങ്ങളുടെ ടൈമിൽ പച്ച യൂണിഫോം ആയിരുന്നു. അത് ഉള്ളത് ഉപകാരമാണ്, കാരണം അതിട്ടിട്ട് നമുക്ക് മണ്ണിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ. പറഞ്ഞില്ലേ നെൽകൃഷിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ പച്ച യൂണിഫോം ഇട്ട് പോയിട്ട് ഫുൾ കടന്ന് ഉരുണ്ട് പറഞ്ഞ് ഫുൾ ചെളിയിൽ കുളിച്ചാൽ വരിക. പിന്നെ കുറേ പേരൊക്കെ കുളത്തിലൊക്കെ എടുത്ത് ചാടി ഫുൾ കുളിച്ച് അങ്ങനെ കയറി വരാറുണ്ട്. സോ ഫീൽഡ് വിസിറ്റ് അല്ല, ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു യൂണിഫോം ഉള്ളത് നല്ലത് തന്നെയാണ്. അല്ലാണ്ട് യൂണിഫോമും കാര്യങ്ങളൊന്നുമില്ല. റെഗുലർ ടൈമിൽ നമുക്ക് കളർ ഡ്രസ്സും കാര്യങ്ങളാണ്. അടുത്തത്
കോഴ്സ് ഫീ കഴിഞ്ഞ കൊല്ലം അറൗണ്ട് ഒരു 15,750 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ ഓരോന്നിൻ്റെയും കോഴ്സിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഓരോ കോളേജിനും എത്രയാണ് ഫീസ് കാര്യങ്ങൾ, ഓരോ കോഴ്സിനും എത്രയാണ് ഫീസ് കാര്യങ്ങൾ. കോളേജ് വൈസ് ഫീസ് വേരി ചെയ്യില്ല, ഓരോ കോഴ്സിനും എത്രയാണ് ഫീസ്, ഫിഷറീസിന് എത്ര, ഫോറസ്ട്രിക്ക് എത്ര, അഗ്രികൾച്ചറിന് എത്ര എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഫീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ കൊല്ലം 2024 അഗ്രികൾച്ചറിന്റെ കോഴ്സ് വന്നത് 15,750 രൂപയാണ്. 2020 ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഈ കോഴ്സ് ഫീ എന്ന് പറയുന്ന സാധനം 7,500 രൂപയായിരുന്നു. അപ്പോൾ ഈ 15,750 രൂപ പ്ലസ് നമുക്കൊരു അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 7,500 രൂപയാണ് എൻ്റെ കോഴ്സ് ഫീ എങ്കിലും, ഞാൻ പഠിച്ച കാലത്ത് കോഴ്സ് ഫീ എങ്കിലും, അതുകൂടാതെ ലൈബ്രറി ഫീ, എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ, അങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അറൗണ്ട് ഒരു 10K എല്ലാ സെമസ്റ്ററിലും പേ ചെയ്തിട്ടുണ്ട്. 10K കൂടിയിട്ടില്ല, 10,000-ന് മുകളിലോട്ട് പോയിട്ടില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഈ 7,500 കോഴ്സ് ഫീ കൂടാതെ അഡീഷണൽ ആയിട്ട് ഓരോ കോളേജിലും കുറച്ചുകൂടെ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 10,000-ന് മാക്സിമം പോയാൽ 10,000, അതിനപ്പുറത്തേക്ക് എൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ 2024 15,750 രൂപ ഫീസെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ ചെറിയ ചെറിയ ഫീസും കൂടെ കൂടുമ്പോൾ കുറച്ചും കൂടെ എമൗണ്ട് കൂടും. സോ ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ ഈ 15,750 നിന്ന് ഒരുപാട് മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് കണ്ടറിയാം ഫീസ് എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ഭയങ്കര ഒരു മാറ്റം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് കോഴ്സ് ഫീ കൂടാതെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫീസും കാര്യങ്ങളും കൂടെ നമ്മൾ ഓരോ കോളേജിലെത്തുമ്പോൾ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ മെസ് ഫീ കാര്യങ്ങൾ, നമുക്ക് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ഹോസ്റ്റൽ ഫീസ് നമുക്ക് അധികമൊന്നും ഇല്ല, നമ്മൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഹോസ്റ്റൽ ഫീസ് അധികമൊന്നും വരുന്നില്ല. ദിവസത്തിൽ 4 രൂപയായിട്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് പേ ചെയ്യാനുള്ളത്, അത്രയ്ക്കാനേ ഉള്ളൂ. വലിയ രീതിയിൽ ഹോസ്റ്റൽ ഫീസ് നമുക്ക് വരുന്നില്ല. മെയിനായിട്ട് വരുന്നത് മെസ് ഫീസാണ്. ഈ മെസ് ഫീസും നമ്പർ ഓഫ് സ്റ്റുഡൻസിനനുസരിച്ച് വേരി ചെയ്യായിരുന്നു. ഇപ്പം ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇപ്പം 4 ബാച്ചും ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം കുറേ കുട്ടികളുണ്ടല്ലോ, കുറേ കുട്ടികളുള്ളപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിനനുസരിച്ച് പെർ ഹെഡാണ് നമ്മുടെ മെസ് ഫീസ് ഡിവൈഡ് ചെയ്തിടുക. ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് കുറയും. കാരണം ഒരുപാട് കുട്ടികളും കൂടെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടല്ലേ നമ്മുടെ എമൗണ്ട് വരിക. അപ്പം നമ്മുടെ പൈസേൻ്റെ അളവ് കുറയും. ഇപ്പം ഞാൻ ഒരു അറൗണ്ട് 2K to 3K ചില മാസങ്ങളിലേക്ക് 3,000-ന് മുകളിലും പോയിട്ടുണ്ട്. അത് വെച്ച് എന്തെങ്കിലും കുട്ടികൾ ഏതെങ്കിലും ബാച്ചിലേക്ക് ടൂർ പോവോ അല്ലെങ്കിൽ ലീവായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് അങ്ങനെ എമൗണ്ട് കൂടുക. ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് നന്നായിട്ട് പൈസ കുറയും. ഇപ്പോൾ മെസ് ഫീസ് അങ്ങനെയാണ്, നമുക്ക് ഇന്ന് കറക്റ്റ് പൈസ ഒന്നും പറയാൻ പറ്റില്ല, വേരി ചെയ്യും നമ്പർ ഓഫ് സ്റ്റുഡൻസിനനുസരിച്ച്. എന്തായാലും ഒരു 2K to 3K ഒക്കെ ഗേൾസ് ഹോസ്റ്റലിന് വരുള്ളൂ. കാരണം അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ ഗേൾസാണ് കൂടുതലും ഉണ്ടാവുക. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗേൾസ് കൂടുമ്പോൾ അവരുടെ മെസ് ഫീസും അതിനനുസരിച്ച് കുറയും. പക്ഷേ ബോയ്സിനൊക്കെ ഞങ്ങളുടെ അവിടെ ബോയ്സിനൊക്കെ ഏകദേശം ഒരു 4,000, 5,000 ആ ഒരു ലെവലിലൊക്കെ മെസ് ഫീ വന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ കുട്ടികളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മെസ് ഫീസും കാര്യങ്ങളൊക്കെ വരിക. സോ ഇതാണ് കോഴ്സ് ഫീ, മെസ് ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു OGPAക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഓവറോൾ ഗ്രേഡ് പോയിന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ, അത് വെറുതെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്തായിരുന്നെങ്കിലും ഇങ്ങനെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് OGPA കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ വലിയ ഉപകാരമൊന്നുമില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ OGPA വരില്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗൈസ് പഠിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായി അതൊക്കെ വെറുതെയാണ്. OGPAയ്ക്കും പ്രാധാന്യമുണ്ട്. നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർ OGPA ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് അവിടെ നമ്മൾ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കുറവും, നല്ലതുണ്ടെങ്കിൽ നല്ലൊരു മതിപ്പും കിട്ടുക എന്നുള്ളത് പൊതുവേ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, മതിപ്പ് കിട്ടലൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റി നിർത്തിയാലും ചില ജോലിക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ ഇത്ര OGPAയ്ക്ക് മുകളിൽ ഉള്ളവർക്ക് അപേക്ഷ നൽകാം എന്നൊക്കെ ഉണ്ടാവാറുണ്ട്. സോ OGPA ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് OGPA അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ PGക്കാണ് പോകുന്നതെങ്കിൽ, PGക്ക് അഡ്മിഷൻ എടുക്കാനാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന OGPA കൊണ്ട് വലിയ ഉപകാരമൊന്നും വരുന്നില്ല. കാരണം നമ്മൾ അതിന് വേറെ തന്നെ ഒരു എക്സാം എഴുതി അതിൻ്റെ റാങ്കിനനുസരിച്ചാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. പിന്നെ PG എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂക്കൊക്കെ പോയി കഴിഞ്ഞാൽ PGൻ്റെ OGPAയും കാര്യങ്ങളെ ചോദിക്കുള്ളൂ. പിന്നെ UG ഒന്നും ആരും വന്ന് ചോദിക്കാൻ പോകുന്നില്ല. സോ PG എടുക്കുന്നവർക്ക് അധികം OGPA ഇമ്പോർട്ടൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇപ്പം ബാങ്കിലോട്ട് പോവുകയാണെങ്കിൽ സെയിം, ബാങ്കിൻ്റെ എക്സാം എഴുതുന്നു പോകുന്നു. അപ്പം എനിക്കൊന്നും ഇങ്ങനെയൊക്കെ വേറെ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് പോകുന്ന ഒരു പ്രൊഫഷനിലോട്ട് പോകുമ്പോൾ ഒന്നും ചിലപ്പം ഈ പറഞ്ഞ OGPA കൊണ്ട് പ്രാധാന്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങൾ BSc അഗ്രികൾച്ചർ കൊണ്ട് നിർത്തി പിന്നീട് ഒരു ജോബിനൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ OGPA കൊണ്ട്
നമുക്കൊരു ആവശ്യം വരും, എവിടെയെങ്കിലും ആവശ്യം വരും. എല്ലായിടത്തും OGP നോക്കും, എവിടെയും നിങ്ങൾക്ക് OGP ഉണ്ടെങ്കിലേ കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ OGP കൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പഠിക്കുക, മിനിമം ഒരു 8 എടുക്കുക. 8 OGP എങ്കിലും മിനിമം പിടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. മാക്സിമം ഇപ്പോൾ ഹൈസ്കോറൊക്കെ യൂണിവേഴ്സിറ്റി ടോപ്പറൊക്കെ 9 പോയിന്റ് അങ്ങനെയൊക്കെയാണ് വരാറ്. സോ ഞാൻ പറയുകയാണെങ്കിൽ മിനിമം നിങ്ങൾ 8 മുകളിലെങ്കിലും OGP എടുക്കണം. OGPക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരൊരാൾ അങ്ങനെ കമൻറ്റ് ചെയ്തപ്പം ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ സീനിയേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, OGPക്ക് ഒന്നും വലിയ കാര്യമൊന്നുമില്ല, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മുടെ തലയിൽ കയറിയിട്ട് ഞാൻ OGPക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇത് കുറേ ഉഴപ്പിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോൾ അനുഭവിക്കണമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് OGP എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും OGP നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, PGക്ക് പോകണം, വാക്കിനൊന്നും പോകണമെങ്കിൽ നമുക്ക് OGPനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളൊരു ഇൻ്റർവ്യൂയോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ OGP അത്യാവശ്യം ഉള്ളത് തന്നെയാണ് നല്ലത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോളേജിലെ പ്രോഗ്രാംസിനെ പറ്റിയിട്ട്. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ കോളേജ് ടു കോളേജ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം പഠനക്കാട് കാർഷിക കോളേജിൽ ഭയങ്കരമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് മാംഗോ ഫെസ്റ്റ്. അത് 4 ദിവസം കുട്ടികൾ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഫെസ്റ്റാണ് മാംഗോ ഫെസ്റ്റ്. ഇനിയിപ്പോൾ അമ്പലവയൽ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പൂപ്പൊലി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് കേൾക്കുന്ന സംഭവമാണ് പൂപ്പൊലി. അത് ഭയങ്കര കുറേ 10-15 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അത് കുട്ടികളും ടീച്ചേഴ്സും എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവരും കൂടെ പങ്കെടുത്ത്, മെയിനായിട്ട് അമ്പലവയലുകാരും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് പൂപ്പൊലി. പിന്നെ അതുപോലെ തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് യൂണിയൻ്റെ പരിപാടികൾ ഉണ്ടാകാം. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകും. പിന്നെ കുറച്ച് കുട്ടികളെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോളേജിൻ്റെ വൈബിനെ പറ്റിയൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വൈബൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പം ഞാൻ പഠനക്കാട് കാർഷിക കോളേജിൽ വന്നപ്പോൾ ഞാൻ നന്നായിട്ട് അവിടുത്തെ വൈബ് എൻജോയ് ചെയ്ത്, അവിടുത്തെ എന്താ പറയുക, നല്ലോണം എൻജോയ് ചെയ്ത ഒരാളാണ്. പക്ഷേ കുറേ കുട്ടികൾക്കൊന്നും ഇവിടുത്തെ കോളേജിന് വൈബില്ല, രസമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. സോ വൈബ് നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. ഭയങ്കര സിനിമാ നടന്മാരും നടിമാരൊക്കെ വന്ന് ഭയങ്കര ഗ്രാൻഡ് അങ്ങനെയൊന്നുമല്ല, ഒരു നോർമൽ ലെവലിൽ അത്യാവശ്യം വൈബൊക്കെ ഉള്ള കോളേജുകൾ തന്നെയാണ് നമ്മുടെ KUയിലുള്ളത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു MBBSനും BDSനും അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിനും സെപ്പറേറ്റ് ആണോ അലോട്ട്മെന്റ് എന്നുള്ളത്. യെസ്, സെപ്പറേറ്റ് ആണ് ഗൈസ്. നമുക്ക് MBBSനും BDSനും ഒരു അലോട്ട്മെന്റ് ആയിരിക്കും. അതിന് വേറെ തന്നെ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വേണ്ടത്. ഈ കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി മുതൽ BDSനും അതുപോലെ തന്നെ MBBSൻ്റെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാടൊന്നും വൈകാണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിനും വരും. ഈ മെഡിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറയുമ്പോൾ ഈ മെഡിക്കലിനകത്ത് പെടുന്ന നമ്മുടെ ആയുർവേദ, ഹോമിയോ അതൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ അലൈഡ് കോഴ്സിനകത്ത് വരുന്നതാണ് നമ്മുടെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി പോലത്തെ കോഴ്സുകൾ. സോ ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു കൗൺസിലിംഗ് കൂടെ വിളിക്കും. അതിന് നമ്മൾ സെപ്പറേറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അത് 1-2 പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ലേ എന്നുള്ളത്. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരു അവസ്ഥയാണ് KUവിനുള്ളത്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ളൊരു പ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ പ്ലേസ്മെന്റ്സ് ഒക്കെ വരാറുണ്ട്, അത്രേ ഉള്ളൂ. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഇപ്പോൾ പഠനക്കാടൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെയാണ് വരാറ്. തൃശ്ശൂരൊക്കെ PG കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോഴൊക്കെ പ്ലേസ്മെന്റ് ഉണ്ടാകാറുണ്ട്. എന്നാലും KUയിൽ കുറവാണ് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ, വളരെ കമ്പാരിറ്റീവ്ലി നല്ല കുറവ് തന്നെയാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട്. എനിക്ക് പറയാനാണെങ്കിൽ TNAU ആക്ച്വലി നല്ലതാണ്, അവിടെ മോശമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രീഡം അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈബ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തമിഴ്നാട് അഗ്രികൾച്ചറിൽ വലിയ രീതിയിൽ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബിക്കോസ് അവർ അക്കാഡമിക്കലി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സിനിമയിലെല്ലാം കോളേജ് ലൈഫൊക്കെ കണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അതൊക്കെ അവർ തല്ലിക്കെടുത്തും. അങ്ങനത്തെ എന്താ പറയുക ഭയങ്കര വൈബ് പരിപാടി ഒന്നുമില്ല. പക്ഷെ അക്കാഡമിക്കലി മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ TNAU നല്ലതാണ്. പക്ഷേ നമ്മളിപ്പോൾ കോളേജിലേക്കൊക്കെ പോകുമ്പം അക്കാഡമിക്കലി മാത്രമായിരിക്കുമല്ലോ ചിന്തിക്കുക, അതിനോടൊപ്പം കുറച്ചൊരു കോളേജ് ലൈഫ് എൻജോയ്മെൻറ്റ് കൂടെ ചിന്തിക്കുമല്ലോ. അതുകൊണ്ടാണ് TNAU എന്താ പറയുക മോശമാണെന്ന് പറയണേ. ആ ഒരു കമൻറ്റിന് റിപ്ലൈ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, TNAUയിൽ പോകരുത്, ഭയങ്കര ജയിൽ പോലെയാണ്, ഭയങ്കര ബോറിംഗ് ആണ്. എനിക്ക് ഇതാണ് എൻ്റെ കാരണം, ഭയങ്കര അക്കാഡമിക്കലി അവിടെ സ്ട്രിക്റ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കമൻറ്റ്സും കാര്യങ്ങളും വന്നത്. പിന്നെ ഏതാണ് ഏറ്റവും നല്ല അഗ്രികൾച്ചർ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതോടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഓരോരുത്തരുടെയും പ്രയോറിറ്റിക്കും കൂടെ അനുസരിച്ച് ഈ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സംഭവം മാറും എന്നുള്ളതാണ്. ഇപ്പോൾ IAR ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞാൽ IAR ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ അഡ്മിഷൻ കിട്ടുന്ന പറഞ്ഞാൽ സൂപ്പറാണ്. ബിക്കോസ് നമ്മളിപ്പം
MBBS പഠിക്കുന്ന കുട്ടികൾക്ക് എയിംസിലും ജിപ്മറിലൊക്കെ പോകണം എന്നൊക്കെ പറയുന്ന പോലെ അഗ്രികൾച്ചറിൻ്റെ ഒരു ടോപ്പ് നമ്പർ കോളേജിൽ വരുന്നതാണ് ഡൽഹിയിലുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ ഇല്ല. അവിടെ BSc അഗ്രികൾച്ചറിനുള്ള അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തു. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് 3 ബാച്ച് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. അതിനുശേഷം എന്തോ ഒരു UG അവിടെ നിർത്തി. PG PhD മാത്രമേ IIRL ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ IIR ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ബെസ്റ്റ് എന്ന് പറയായിരുന്നു. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ ആസ്പെക്റ്റിൽ നോക്കുമ്പം നല്ലതാണ് എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഇതാണ് പറഞ്ഞത്, വേറെ ഓരോരുത്തരുടെ ആസ്പെക്റ്റിനനുസരിച്ച് അത് മാറും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സൗത്തിലൊരു നല്ല കോളേജ് അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി അത് നോക്കുവാണെങ്കിൽ KU നല്ലതാണ്, കർണാടക യൂണിവേഴ്സിറ്റി നല്ലതാണ്. ഈ പറഞ്ഞ തമിഴ്നാട് യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞാൽ ഭയങ്കര അക്കാഡമിക്കലി സ്ട്രിക്റ്റ് ആണെന്നുള്ളൊരു പ്രശ്നമാണുള്ളത്. പക്ഷേ കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ സൗത്തിലേക്കാണ് നമ്മളൊരു കോളേജ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ KU ആണ് ഏറ്റവും ബെറ്റർ. ബിക്കോസ് നമുക്ക് ഈ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ PSCയും കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ അതിനകത്ത് POP പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് നമുക്ക് ഫോളോ ചെയ്യാനുണ്ടാവുക മെജോറിറ്റി. അപ്പം ആ ഫോളോ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ KUയിൽ തന്നെ പഠിക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്നും ഫുള്ളൊന്നും പഠിക്കുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ KUയിൽ തന്നെ പഠിക്കുന്നെങ്കിൽ ഈ ബുക്കിനെ പറ്റി അറ്റ്ലീസ്റ്റ് കേൾക്കുക, ബുക്ക് കാണും, പിന്നെ വേണമെന്നേ പഠിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് നേരത്തെ നോക്കി തുടങ്ങാം. സോ നമ്മുടെ നാട്ടിലെ നമ്മുടെ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ബെറ്റർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെയാണ്. സോ സൗത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെല്ലാം നിങ്ങൾ നോർത്തിലേക്കൊക്കെയാണ് പോകുന്നെങ്കിൽ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് അടിപൊളിയാണ്. GB പന്ത് ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അതും നോർത്ത് അവിടെ നിന്ന് നമുക്കറിയില്ല, പഞ്ചാബിലൊക്കെ നല്ലോണം കൃഷിയുള്ളൊരു സ്ഥലമാണല്ലോ. സോ അവിടുത്തെ പ്രാക്ടിക്കൽ നോളജ് ഒക്കെ നമുക്കപ്പോൾ നന്നായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാം 2028 പാസ് ഔട്ട് ആവുന്ന ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനെനിക്ക് പറയാനുള്ളത് PSC ആണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, യൂഷ്വലി അഗ്രികൾച്ചർ ഓഫീസർ ഒരു 4 വർഷം കൂടുമ്പോഴാണ് വിളിക്കുക. അങ്ങനെ വിളിക്കേണ്ടത് നോക്കുമ്പോൾ 2028 വിളിക്കേണ്ടതാണ്. അത് 2028 വിളിക്കും എന്നുള്ളതിൽ ഒരു ഉറപ്പും ഞാൻ പറയില്ല. ചിലപ്പോൾ 2028 2029 ആയേക്കാം. അപ്പം അങ്ങനെയൊക്കെ കുറച്ചുകൂടി ലേറ്റ് ആവുകയാണെങ്കിൽ പറഞ്ഞ പോലെ 2028 പാസ് ഔട്ട് ആകുന്ന കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഈ PSCയിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മളോട് ചോദിക്കും നമുക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ. സോ 2028 പാസ്സാവുന്ന ഒരു കുട്ടിക്ക് കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ടൈമിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആപ്ലിക്കേഷൻ വിളിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എക്സാം എഴുതാം. പക്ഷേ PSC ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും കഴിഞ്ഞ അതായത് 2020 നടത്തിയ AOന്റെ ലിസ്റ്റിൽ നിന്നും പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ എക്സാം കഴിഞ്ഞെങ്കിൽ കൂടി ഇപ്പോഴും പഴയതിനകത്ത് നിന്ന് പോസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പം എത്ര കണ്ട് അഗ്രികൾച്ചർ ഓഫീസേഴ്സിനൊക്കെ ഇനി വേക്കൻസി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരുപാടൊന്നും പണ്ടത്തെ പോലെ ഒരുപാടൊന്നും ഇനിയൊരു വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യത കുറഞ്ഞ് വരികയാണ് നമുക്ക് സത്യത്തിൽ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ എന്നെ റിപ്ലൈ കൊടുത്തപ്പോൾ ചിലവർക്ക് അത് എന്ത് ജോലിയാ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ SSK സമഗ്ര ശിക്ഷ കേരളയും കൂടെ ഒരുമിച്ച് ഇപ്പോൾ ഒരു ലോങ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സബ് ജില്ലയിലും ഓരോരോ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ കേരളം മുഴുവനായിട്ട് 210ഓളം സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അതുപോലത്തെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കോർഡിനേറ്റർ ആയിട്ടാണ്. അതാണ് ഞാൻ SDC കോർഡിനേറ്റർ, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അതായിട്ടാണ് വർക്ക് ചെയ്തത്. അതിലേക്ക് ഈ പറഞ്ഞ ജോലിയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് ക്വാളിഫിക്കേഷൻ 4 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. MSW, BTech, പിന്നെ MBA. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആയിരുന്നു BSc അഗ്രികൾച്ചർ. സോ ഇൻ്റർവ്യൂ ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന വർക്ക് യാതൊരു ബന്ധവും ഇല്ല, കംപ്ലീറ്റ്ലി വേറെ വർക്കും കാര്യങ്ങളാണ്. നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് പോവുക. ഒരു സബ് ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിൽ ഓരോരോ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ടാവും, അതിനകത്ത് കോർഡിനേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ വർക്ക്. സോ ഇതാണ് എൻ്റെ വർക്കിനെ പറ്റി പറയാൻ. ഗൈസ്, ഞാൻ റിപ്ലൈ തരാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് റിപ്ലൈ ടൈപ്പ് ചെയ്ത് മാത്രം കൺവേ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് ഇപ്പോൾ തന്നത്. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിൻ്റെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിലെല്ലാവരും പങ്കെടുക്കുക. നമുക്ക് നോക്കാം, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കൂ. അതൊക്കെ വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് ബെസ്റ്റായിട്ട് തന്നെയുള്ള കോളേജിൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, അറിയാവുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റ ID, നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോകൾ കൊണ്ട് ഹെൽപ്പ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്നും പ്രതീക്ഷിക്കുന്നു.
സോ ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ താങ്ക് യു ഗൈസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എന്ന വിശ്വാസത്തോടെ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ബിലോ. ബൈ.